ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആൻഡ് റെമഡീസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ കോൺട്രാക്റ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന മോഡ്സ് പറഞ്ഞപ്പോൾ ലാസ്റ്റ് വൺ ഡിസ്കസ് ചെയ്തതായിരുന്നു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരുന്നാൽ ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയും കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ബ്രീച്ച് ചെയ്താൽ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരുന്നാൽ മറ്റേ പാർട്ടിക്ക് അതിന് ചില റെമഡീസ് അവൈലബിൾ ആണ്. അത്തരം റെമഡീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റെമഡീസ്. ഫസ്റ്റ് വൺ നമുക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒക്കേഴ്സ് ഇഫ് എനി പാർട്ടി റിഫ്യൂസസ് or fails to perform his part of the contract or by his act make it impossible to perform his obligation under the contract. ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തു എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആ കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആക്കുകയോ ചെയ്യുമ്പോഴാണ്. When one of the parties failed to perform their respective obligation, he said have committed a breach of contract. ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ചെയ്തു അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ലംഘിച്ചു എന്ന് പറയും. When there is a breach of contract by one party, the other party called injured party or aggrieved party shall have certain remedies against him. ഇങ്ങനെ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്താൽ ബ്രീച്ച് ചെയ്ത വ്യക്തിക്കെതിരെ ഇൻജേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി, ദാറ്റ് മീൻസ് ആർക്കാണോ ലോസ് ഉണ്ടായത് ആ പാർട്ടിക്ക് ചില റെമഡീസ് ഈ ബ്രീച്ച് ചെയ്ത വ്യക്തിക്കെതിരെ ഉണ്ടാവും. ആ റെമഡീസ് ആണ് അടുത്തത് പറയുന്നത്. റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് 5 റെമഡീസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ്, ദെൻ സ്യൂട്ട് ഫോർ ഡാമേജസ്, ദെൻ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, സ്യൂട്ട് ഫോർ ഇൻജെക്ഷൻ ആൻഡ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. അതിൽ ഫസ്റ്റ് വൺ റെസിഷൻ. റെസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് റെസിഷൻ എന്ന് പറയുന്നത്. Where one of the parties to a contract commits breach, the other party may sue to treat the contract as resigned and refuse further performance. കോൺട്രാക്റ്റിലെ ഒരു വ്യക്തി ബ്രീച്ച് കമ്മിറ്റ് ചെയ്താൽ മറ്റേ പാർട്ടിക്ക് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ആ വ്യക്തിക്ക് അയാൾ ചെയ്യേണ്ട പെർഫോമൻസ്, അയാളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനും കഴിയും. ഇൻ സച്ച് എ കേസ് ഹി ഈസ് ഫ്രീഡ് ഫ്രം ഓൾ ദി ഒബ്ലിഗേഷൻ അണ്ടർ എ കോൺട്രാക്റ്റ്. അതായത് അങ്ങനെ ആ ഇൻജേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിൽ നിന്നുള്ള എല്ലാ ഒബ്ലിഗേഷൻസിൽ നിന്നും ഒഴിവാകാൻ കഴിയും. അണ്ടർ സെക്ഷൻ 64 the party resigning a voidable contract shall, if he has received any benefit thereunder from another party to such contract, restore such benefit to the person from whom it was received. അതായത് സെക്ഷൻ 64 പറയുന്നത്, നമ്മൾ പറഞ്ഞു വോയിഡബിൾ കോൺട്രാക്റ്റിന്റെ കേസിൽ ആ അഗ്രീഡ് പാർട്ടി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ക്യാൻസൽ ചെയ്യുന്നതിന് തന്നെയാണ് ഇവിടെ റെസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അഗ്രീഡ് പാർട്ടി കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. സോ ക്യാൻസൽ ചെയ്താൽ പിന്നെ അഗ്രീഡ് പാർട്ടിക്ക് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഒബ്ലിഗേഷനും ഉണ്ടാകില്ല. അവർ ചെയ്യേണ്ട പെർഫോമൻസ് ഒന്നും അവർ ചെയ്യേണ്ടതുമില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അഗ്രീഡ് പാർട്ടി ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പാർട്ടിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. Then under section 75 a person who rightfully resigns a contract is entitled to compensation for any damage which he has sustained through the non-fulfillment of the contract. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു പാർട്ടി ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാത്തത് കാരണം അവർക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് സെക്ഷൻ 75 പറയുന്നത്. അപ്പോൾ റെസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കുക, ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്ക്, അതായത് അഗ്രീഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, എ പ്രോമിസസ് ബി
to supply 100 bags of sugar on a certain day. B agrees to pay the price after the receipt of the goods. A does not supply the goods. B is discharged from the liability to pay the price. സോ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് പ്രകാരം എ 100 ബാഗ്സ് ഓഫ് ഷുഗർ ഒരു സ്പെസിഫിക് ഡേയിൽ ബിക്ക് ഡെലിവറി ചെയ്യും. ദെൻ ബി ആ ഡെലിവറി ചെയ്ത ഉടനെ എന്ത് ചെയ്യും? അതിൻ്റെ പേയ്മെൻറ്റ് എക്ക് കൊടുക്കുകയും ചെയ്യും. ഇവിടെ എ ആ ഗുഡ്സ് സപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബിക്ക് പിന്നെ ക്യാഷ് അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എ ആണ് ഇവിടെ ബ്രീച്ച് ചെയ്തത്. എ ഷുഗർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നു. സോ എ ആണ് ബ്രീച്ച് ചെയ്തത്, കരാർ ലംഘിച്ചത്. ഇവിടുത്തെ അഗ്രീഡ് പാർട്ടി ബി ആണ്. സോ ബിക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് റെസിഷനിൽ പറയുന്നത്. ഇനി അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ദ കോർട്ട് മേ ഗ്രാൻഡ് റെസിഷൻ. ദെൻ ചില കേസുകളിൽ കോർട്ട് ഈ പറയുന്ന കോൺട്രാക്ട്, ദാറ്റ് മീൻസ് ഏതുമായി ബന്ധപ്പെട്ടാണോ ബ്രീച്ച് നടന്നിട്ടുള്ളത് ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. അതേസമയം ചില കേസിൽ അനുവാദം കൊടുക്കുകയില്ല. അത്തരം കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് എപ്പോഴാണ് കോർട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള അനുമതി നൽകുന്നത്? രണ്ട് കേസാണ്. വെൻ ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ ബൈ ദി പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരൻ. സോ പരാതിക്കാരൻ്റെ ഓപ്ഷൻ പ്രകാരം ആ കോൺട്രാക്ട് വോയിഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ കേസിൽ കോർട്ട് എന്തിനു പറയും? കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാമെന്ന് അനുവദിക്കും. Then second one, where the contract is unlawful and the defendant is more to blame than the plaintiff. കോൺട്രാക്റ്റ്, ദാറ്റ് മീൻസ് എന്തുമായി ബന്ധപ്പെട്ടാണ് ബ്രീച്ച് കമ്മിറ്റ് ചെയ്തത് ആ കോൺട്രാക്റ്റ് അൺലോഫുൾ ആണ്. അതോടൊപ്പം തന്നെ ഡിഫൻഡന്റ്, അതായത് ആരാണോ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തത് ആ വ്യക്തിയുടെ മുകളിലാണ് ബ്ലെയിം ചെയ്യാനുള്ളത് ദാൻ ദി പ്ലെയിൻറ്റിഫ്. പരാതിക്കാരനേക്കാൾ കൂടുതൽ പ്രോബ്ലം ആരുമായി ബന്ധപ്പെട്ടാണ്? ഡിഫൻഡന്റുമായി ബന്ധപ്പെട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് അൺലോഫുൾ കോൺട്രാക്ട്. സോ അൺലോഫുൾ കോൺട്രാക്റ്റും ആണ്. ദെൻ ഡിഫൻഡന്റിനാണ് കൂടുതൽ ബ്ലെയിം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് പ്രോബ്ലംസ് മെയിനായിട്ട് കോടതി കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ പരാതിക്കാരൻ്റെ ഓപ്ഷൻ പ്രകാരം ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ കോടതി അനുവദിക്കും. ദെൻ അടുത്തത് പറയുന്നത് ഏതൊക്കെ കേസിലാണ് കോടതി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ അനുവാദം കൊടുക്കാത്തത് എന്നുള്ളതാണ്. First one, where the plaintiff has expressly or impliedly ratified the contract. അതായത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്, ദാറ്റ് മീൻസ് കോൺട്രാക്ട് വോയിഡബിൾ ആണ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി. പക്ഷേ ഈ അഗ്രീഡ് പാർട്ടി ഈ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ടും അതിന് ഏതെങ്കിലും തരത്തിലൊരു അംഗീകാരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ ആ പരാതിക്കാരനെ കോടതി അനുവദിക്കില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് ഒരു കമ്പനിയിൽ നിന്ന് കുറച്ച് ഷെയർസ് വാങ്ങി. ദെൻ ആ കമ്പനിയിൽ നിന്ന് ഷെയർസ് വാങ്ങുന്നത് ആ കമ്പനിയുടെ പ്രോസ്പെക്റ്റിലെ മിസ് സ്റ്റേറ്റ്മെന്റ് കണ്ടതുകൊണ്ടാണ്. ദെൻ ആ മിസ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് എന്ന് ഈ മിസ്റ്റർ എക്ക് മനസ്സിലായി. അത് മനസ്സിലായ ശേഷവും ഈ മിസ്റ്റർ എ ആ ഷെയറിന്റെ ട്രാൻസ്ഫറും അല്ലെങ്കിൽ ആ ഷെയറുമായി ബന്ധപ്പെട്ട ഡിവിഡൻഡ് റിസീവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മിസ്റ്റർ എക്ക് പിന്നെ ഒരിക്കലും പറയാൻ കഴിയില്ല ഇവിടെ മിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സോ ഞാൻ ആ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണ് എന്നുള്ളത് ആ പരാതിക്കാരന് പറയാൻ കഴിയില്ല. സോ ഈ ഇവിടെ പറയുന്നത് പരാതിക്കാരന് ഏതെങ്കിലും തരത്തിൽ ആ കോൺട്രാക്റ്റിന് എങ്ങനെയെങ്കിലും അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തതിന് ശേഷമാണ് പരാതിക്കാരന് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കോടതി അനുവദിക്കില്ല എന്ന് പറയും. അതേസമയം ഈ മിസ് സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷം ആ വ്യക്തി ആ ഷെയറുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസാക്ഷനിലും എൻട്രി ചെയ്യാതെ നേരെ പരാതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ കോടതി അനുവദിക്കുമായിരുന്നു. കാരണം ആ കോൺട്രാക്റ്റിന് അംഗീകാരം കൊടുക്കുന്ന രീതിയിൽ ഈ പരാതിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചില കേസുകളിൽ, ദാറ്റ് മീൻസ് അങ്ങനെ അംഗീകാരം കൊടുത്തിട്ടുള്ള കേസുകൾ വരാറുണ്ട്. അത്തരം കേസിൽ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പരാതിക്കാരന് അനുവാദം കിട്ടുന്നില്ല. Then, were owing to the change of circumstances since the making of the contract, the party cannot be restored to their original position. ഇവിടെ പറയുന്നത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു എന്ന് വെച്ചിട്ട് കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ഈ പാർട്ടീസിന്റെ പൊസിഷൻ എന്തായിരുന്നോ അതിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്.
Then third one, where the third parties have during the subsistence of the contract acquired right in good faith and for the value. ഇനി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തി, ദാറ്റ് മീൻസ് പുറത്തു നിന്നുള്ള ഒരു തേർഡ് പാർട്ടി നല്ല ഉദ്ദേശത്തോടു കൂടെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ആ തേർഡ് പാർട്ടിക്കും കൂടെ നഷ്ടം വരും. സോ അങ്ങനെ തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. തേർഡ് പാർട്ടി നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി കൂടി ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിന് കൂട്ടുനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ അനുവദിക്കും. അതേസമയം തേർഡ് പാർട്ടി നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ഈ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്തത് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കോടതി അനുവദിക്കുന്നില്ല. Then where only a part of the contract is sought to be resigned and such party is not separable from the rest of the contract. ഇനി ചില കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് കണക്റ്റഡ് ആയിട്ട് വരും, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അങ്ങനെ കോൺട്രാക്ട് ഒരു പാർട്ടാണ് ക്യാൻസൽ ചെയ്യേണ്ടത്, പക്ഷെ ആ പാർട്ട് ആ കോൺട്രാക്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യാൻ കോടതി അനുവദിക്കുന്നില്ല. ഇത്രയാണ് റെസിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് സ്യൂട്ട് ഫോർ ഡാമേജസ്. അണ്ടർ സെക്ഷൻ 73, where a contract has been broken, the party who suffers by such breach is entitled to receive compensation for any loss or damage caused to him from the party who has broken the contract. കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 73 പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിൽ ബ്രീച്ച് നടന്നാൽ അവിടെ ലോസ് ഉണ്ടായ വ്യക്തിക്ക് അതിന് ഡാമേജ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്ന്. ദെൻ ഡാമേജസ് ആർ മോണിറ്ററി കോമ്പൻസേഷൻ allowed to the injured party by the court for the loss or injury suffered by him. ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ്, അതായത് ഇൻജേർഡ് പാർട്ടിക്ക് ഉണ്ടായ നഷ്ടത്തിന് കോടതി അനുവദിക്കുന്ന ഒരു എമൗണ്ട്. The object of awarding damages for the breach of a contract is to put the injured party in the same financial position as if the contract had been performed. This is called doctrine of restitution. അതായത് ഇങ്ങനെ ഡാമേജ് അവാർഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻജേർഡ് പാർട്ടിക്ക് ഉണ്ടായ നഷ്ടം നികത്തിയിട്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിന് മുമ്പേ അവിടെ പൊസിഷൻ എന്തായിരുന്നു, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്തായിരുന്നോ ആ പൊസിഷനിലേക്ക് തന്നെ ആ ഇൻജേർഡ് പാർട്ടിയെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. The fundamental basis of awarding damages is that law of contract does not seek to punish the guilty, but the court will compel the party in breach to make good the loss by paying damages to the other party. സോ ഇങ്ങനെ ഡാമേജ് അവാർഡ് ചെയ്യുന്നതിലൂടെ ഒരു കോൺട്രാക്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിംഗ് പാർട്ടീസിനെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല, പകരം ആ നഷ്ടം വന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ എന്താണോ നഷ്ടം ഉണ്ടായത് ആ നഷ്ടം നികത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഡാമേജ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഡാമേജസ് കൊടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സിലാവാം. ടൈപ്സ് ഓഫ് ഡാമേജസ് എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്, സ്പെഷ്യൽ ഡാമേജസ്, എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ് ആൻഡ് നോമിനൽ ഡാമേജസ്. അതിൽ ഫസ്റ്റ് വൺ ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. These are damages which are payable for the loss arising naturally and directly in the usual course from the breach of contract. ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ സാധാരണയായിട്ടുണ്ടാകുന്ന നഷ്ടം നികത്തുന്ന ഡാമേജ് ആണ് ജനറൽ ഓർ ഓർഡിനറി ഡാമേജസ്. ഇൻ എ കോൺട്രാക്ട് ഫോർ സെയിൽ ഓഫ് ദി ഗുഡ്സ്, ദ മെഷർ ഓഫ് ഓർഡിനറി ഡാമേജ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്ട് പ്രൈസ് ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് സച്ച് ഗുഡ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് ബ്രീച്ച്. അതായത് കോൺട്രാക്റ്റോ സെയിലുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബ്രീച്ച് സംഭവിച്ചാൽ അവിടെ ജനറൽ ഡാമേജസ് ആണ് കൊടുക്കാറുള്ളത്. അവിടെ ജനറൽ ഡാമേജസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കോൺട്രാക്റ്റ് പ്രൈസും ദെൻ സബ്ജക്റ്റ് മാറ്റർ, മീൻസ് ഗുഡ്സ് വാങ്ങുന്നതോ ഈ കോൺട്രാക്റ്റോ സെയിലിൽ എന്താണോ വിൽപ്പന ഉള്ളത് ആ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബ്രീച്ച് നടന്ന ദിവസത്തെ മാർക്കറ്റ് പ്രൈസ് ആണ് നോക്കുക. ഫോർ എക്സാമ്പിൾ
എ എന്ന് പറയുന്ന വ്യക്തി ഒരു 5000 രൂപക്ക് 5 കസേര വാങ്ങാനുള്ള കോൺട്രാക്ട് എൻ്റർ ചെയ്തു. പക്ഷേ ആ 5000 രൂപക്ക് 5 കസേര സെല്ലറിന് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞില്ല വിചാരിക്കാം. ദെൻ ഇവിടെ ബ്രീച്ച് സംഭവിച്ചു എന്ന് പറയാം. ദെൻ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി 5 കസേര പിന്നെ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. ദാറ്റ് മീൻസ് ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതിന് ശേഷം. ദെൻ സപ്പോസ് ആ 5 കസേര വാങ്ങാൻ അയാൾക്ക് ഒരു 7000 രൂപ ചെലവ് വന്നു വിചാരിക്കാം. ഇവിടെ കോൺട്രാക്ട് പെർഫോം ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5000 ആണ്. പക്ഷെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത കാരണം അയാൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ മാർക്കറ്റ് പ്രൈസ് 7000 രൂപയായി. സോ അയാൾക്ക് അവിടെ 2000 രൂപയുടെ നഷ്ടം ഉണ്ടായല്ലോ. ആ നഷ്ടം നികത്തുന്ന രീതിയിൽ 2000 രൂപ ഡാമേജ് കൊടുക്കും. സോ നോർമലി അല്ലെങ്കിൽ ഓർഡിന് ആയിട്ടുണ്ടായ നഷ്ടം നികത്തുകയാണ് ജനറൽ ഓർ ഓർഡിനറി ഡാമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോൺട്രാക്ട് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ട് ഇത് എപ്പോഴും കണക്കാക്കുന്നത് കോൺട്രാക്ട് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഓൺ ദി ബ്രീച്ച് ഡേറ്റും നോക്കിയിട്ടാണ്. Then second one, special damage. These are damages which are payable for the loss arising due to some special or unusual circumstances. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോൺട്രാക്ട് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം, അഡീഷണലി ഒരുപാട് നഷ്ടങ്ങൾ വരും. അത്തരം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചില സ്പെഷ്യൽ ഡാമേജസ് അവാർഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വെഡ്ഡിങ് പാർട്ടിക്കുള്ള കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ടൈലറിൻ്റെ കയ്യിൽ കൊടുത്തു. ദെൻ ടൈലറിനോട് പ്രത്യേകം പറഞ്ഞു ഇത് വെഡ്ഡിങ് പാർട്ടിക്കുള്ളതാണ്, ഇന്ന ഡേറ്റിലാണ് വെഡ്ഡിങ് നടക്കുന്നത്, സോ അതിൻ്റെ തലേ ദിവസമെങ്കിലും ദാറ്റ് മീൻസ് ഒരു സ്പെസിഫിക് ഡേറ്റ് പറഞ്ഞിട്ട് അന്നല്ലെങ്കിൽ അതിന് മുമ്പ് ഡെലിവറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പക്ഷെ ആ ടൈലർ അത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് മീൻസ് ആ ഒരു വെഡ്ഡിങ് പാർട്ടിക്കുള്ള സാധനങ്ങളാണ്. അവിടെ ആ ഒരു വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ആ സാധനം കിട്ടിയാൽ പിന്നെ ഒരു പ്രസക്തി ഇല്ല. മീൻസ് ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആ ഒരു കേസിൽ ഈ ടൈലർ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്താൽ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡാമേജ് അവാർഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസുമായി ബന്ധപ്പെട്ടിട്ട് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ കൊടുക്കുന്ന ഡാമേജ് ആണ് സ്പെഷ്യൽ ഡാമേജ്. The next one, exemplary or punitive or vindictive damage. These are the damages which are in the nature of punishment. ചില കേസുകളിൽ ഒരു പണിഷ്മെന്റ് രീതിയിൽ ഡാമേജ് അവാർഡ് ചെയ്യാറുണ്ട്. ബ്രീച്ച് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഡാമേജ് കൊടുക്കണമെന്ന് കോടതി ഓർഡർ ചെയ്യും. അത്തരം ഡാമേജിനെയാണ് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജ് എന്ന് പറയുന്നത്. ഇനി the court may award this damage in case of breach of contract to marry, then wrongful dishonor of check by a banker in violation of section 31 of the Negotiable Instruments Act. The damages are estimated on the basis of loss of prestige and goodwill of the customer. The rule applied in this case is that smaller the amount of check, higher shall be the damages. അതായത് ഇങ്ങനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഡാമേജ് എന്ന് പറയുന്നത് നഷ്ടം നികത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതേസമയം ചില കേസുകളിൽ കോടതി പണിഷ്മെന്റ് എന്നുള്ള നിലക്കും ഡാമേജ് കൊടുക്കാൻ ഓർഡർ ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് 2 കേസിൽ മാത്രമാണ്. ഒന്ന് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ടു മാരി, അതായത് വിവാഹ കോൺട്രാക്റ്റുകൾ ബ്രീച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒന്ന് പറയുന്നത് ചെക്ക് ഡിസോണർ ആകുമ്പോൾ, ദാറ്റ് മീൻസ് ബ്ലാങ്ക് ചെക്കോ അല്ലെങ്കിൽ ഒരു ആളുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ചെക്കൊക്കെ എഴുതിയാൽ അത് ചെക്ക് തിരിച്ചു വരും, ഡിസോണർ ആവുക എന്ന് പറയും. അങ്ങനെ ഡിസോണർ ആകുന്ന ചെക്കുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റിലും കോടതി പണിഷ്മെന്റ് എന്നുള്ള നിലക്ക് ഡാമേജ് അവാർഡ് ചെയ്യാൻ ഓർഡർ ചെയ്യാറുണ്ട്. അതാണ് എക്സംപ്ലറി ഡാമേജിന്റെ കേസിൽ വരുന്നത്. ഇവിടെ ചെക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറയുന്നുണ്ട്, അവിടുത്തെ ഡാമേജ് എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിലെ പാർട്ടീസിന്റെ പ്രസ്റ്റീജും ഗുഡ്വില്ലും ഒക്കെ നോക്കിയിട്ടാണ് ഡാമേജ് ഡിക്ലെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ എമൗണ്ട് ചെക്കൊക്കെയാണ് ഡിസോണർ ആയി വരുന്നത് എന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് ഡാമേജ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് കോടതി സാധാരണ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അത്രയും ചെറിയ എമൗണ്ടിന്റെ ചെക്ക് പോലും ഡിസോണർ ആയി വരുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ അല്ലെങ്കിൽ ഒരു വലിയ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മറ്റൊരു ടൈപ്പ് ഓഫ് ഡാമേജ് ആണ് നോമിനൽ ഡാമേജസ്. These are the damages which are very small in amount. Such damages are awarded simply to establish the right of the party to claim damages
for the breach of contract even though the party has suffered no loss. നോമിനൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ പേരിന് വേണ്ടി മാത്രം ഒരു ഡാമേജ് ചിലപ്പം കൊടുക്കാൻ വേണ്ടി പറയും കോടതി. അതായത് ആ ഇഞ്ചേർഡ് പാർട്ടിക്ക് ഡീഫോൾട്ട് വരുത്തിയ പാർട്ടിയുടെ മുകളിലുള്ള ഒരു റൈറ്റ് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ നോമിനൽ ഡാമേജസ് ഓഫർ ചെയ്യുന്നത്. ഈ നോമിനൽ ഡാമേജസ് ചെറിയ എമൗണ്ടും ആയിരിക്കും. അടുത്ത റൂൾസ് റിഗാർഡിംഗ് ഡാമേജസ്. ഇങ്ങനെ ഡാമേജ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില റൂൾസ് കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്. അതാണ് അടുത്തത് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സെക്ഷൻ 73 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് when a contract has been broken, the party who suffers by such a breach is entitled to receive from the party who has broken the contract. കോൺട്രാക്ടിന്റെ സെക്ഷൻ 73 പറയുന്നത് കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ബ്രീച്ച് സംഭവിച്ചാൽ ബ്രീച്ച് ചെയ്ത വ്യക്തിയുടെ കയ്യിൽ നിന്നും അഗ്രീഡ് പാർട്ടി, ദാറ്റ് മീൻസ് ആരാണോ നഷ്ടം സഹിച്ചത്, സഫർ ചെയ്തത്, അവർക്ക് ഒരു സ്പെസിഫിക് എമൗണ്ട് ഡാമേജ് കിട്ടാൻ റൈറ്റ് ഉണ്ട്. At the same time, no compensation is allowed for any remote and indirect loss of damages sustained by the reason of the breach of contract. അതേസമയം ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള നഷ്ടത്തിനെ കൊടുക്കുള്ളൂ. ആ കോൺട്രാക്റ്റിന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും നഷ്ടം ആ ഇഞ്ചേർഡ് പാർട്ടിക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ നഷ്ടം കൂടും ഈ കോൺട്രാക്റ്റിലൂടെ അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ ഡീഫോൾട്ട് വരുത്തിയ വ്യക്തിയിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. സോ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടത്തിന് വേണ്ടി മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഈ ഒരു കോമ്പൻസേഷൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് പറയും. ഇനി ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ലോ ഓഫ് ഡാമേജസ് ഈസ് ടു ബി ഫൗണ്ട് ഇൻ ദ ജഡ്ജ്മെന്റ് ഓഫ് ദി കേസ് ഹാർഡ്ലി വേഴ്സസ് ബെക്സെന്റെയിൽ. അതായത് ഡാമേജിന്റെ എമൗണ്ടും കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് നടന്നിട്ടുണ്ട്. അതാണ് ഹാർഡ്ലി വേഴ്സസ് ബെക്സെന്റെയിൽ കേസ്. ആ കേസ് എന്താന്ന് നോക്കാം. ഹാർഡ്ലീസ് മിൽ വാസ് സ്റ്റോപ്ഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് എ ഷെഫ്റ്റ്. He delivered the shaft to Baxendale, a common carrier, to be taken to a manufacturer to copy it and make a new one. Harley did not make known to Baxendale that delay would result in loss of profit. By some neglect on the part of Baxendale, the delivery of the shaft was delayed in transit beyond a reasonable time. Held, Baxendale was not liable for loss of profits during the period of delay, as the circumstances communicated to Baxendale did not show that a delay in the delivery of the shaft would entail loss of profit to the mill. അതായത് ഹാർഡ്ലി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മില്ലുണ്ട്. ദെൻ അയാളുടെ മില്ലിൽ ഒരു ഷെഫ്റ്റ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞ മെഷീനുമായി ബന്ധപ്പെട്ട ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിടുത്തം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ഷെഫ്റ്റ് കേട് വന്നു. സോ ഈ ഷെഫ്റ്റ് എന്ത് ചെയ്തു? ബെക്സെന്റെയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഹാർഡ്ലി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഒരു സ്പെസിഫിക് മാനുഫാക്ചറിന്റെ കയ്യിൽ ഇത് കൊടുക്കണം, എന്നിട്ട് അവരോട് ഇതേപോലെ വേറെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറയണം എന്ന് പറയണം. ദെൻ ആ സാധനം കൊടുക്കുന്ന സമയത്ത് ഹാർഡ്ലി വേറെ ഒന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് ഈ സാധനം പെട്ടെന്ന് കിട്ടിയില്ല, അതിൽ ഡിലേ വരികയാണ് എന്നുണ്ടെങ്കിൽ മില്ലിന് ഒരുപാട് നഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അവിടെ ഹാർഡ്ലി ബെക്സെന്റെയിലിനോട് പറയുന്നില്ല. ദെൻ ബെക്സെന്റെയിൽ എന്തോ അവരുടെ ശ്രദ്ധയിലില്ലാത്ത കാരണം ഈ സാധനം ആ മാനുഫാക്ചറിന്റെ കയ്യിൽ എത്തിക്കാൻ നേരം വൈകി. അങ്ങനെ നേരം വൈകിയ കാരണം ഈ ഹാർഡ്ലിന്റെ മില്ലിന് ഒരുപാട് നഷ്ടം ഉണ്ടായി. അപ്പോൾ ഹാർഡ്ലി കേസ് കൊടുക്കുകയാണ്, ബെക്സെന്റെയിൽ ഇത് പറഞ്ഞ ടൈമിൽ മാനുഫാക്ചറുടെ കയ്യിൽ കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നഷ്ടം വന്നത്. സോ എനിക്കുള്ള ആ നഷ്ടം നികത്തി തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ വിധി വന്നത് എന്താന്ന് വെച്ചാൽ ഹാർഡ്ലി ഈ പറഞ്ഞ സംഭവം ദാറ്റ് മീൻസ് മില്ലിനുണ്ടാകുന്ന നഷ്ടം വരും എന്നുള്ളത് ബെക്സെന്റെയിലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ബെക്സെന്റെയിലിന് അങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ബെക്സെന്റെയിലിന് ആ നഷ്ടം നികത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കോടതി വിധി വന്നത്. സോ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആ ഒരു നഷ്ടം നികത്താനുള്ള ഓപ്ഷൻ ഇല്ല. അതേസമയം ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഡീഫോൾട്ട് വരുത്തിയത് എന്നുണ്ടെങ്കിൽ
ആ നഷ്ടം നികത്താനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. സോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഡാമേജ് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുണ്ട്. അതാണ് പറയുന്നത്, ദ പ്രൈമറി എയിം ഓഫ് ദ ലോ ഓഫ് ഡാമേജ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഈസ് to place the aggrieved party in the position which he would have occupied if the breach had not occurred. ഇങ്ങനെ ഡാമേജ് കൊടുക്കുക എന്നുള്ളതിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്ന് പറയുന്നത് അഗ്രീവ്ഡ് പാർട്ടിക്ക് ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ബ്രീച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നോ അവിടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ഫിനാൻഷ്യൽ പൊസിഷനിലേക്ക് അവർക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. Then the aggrieved party is entitled to receive such damages as may fairly and reasonably be considered to raise naturally from the breach. ഇങ്ങനെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നഷ്ടം ഒരു റീസണബിൾ എമൗണ്ട് അഗ്രീവ്ഡ് പാർട്ടിക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സ്പെഷ്യൽ ഡാമേജ് വിച്ച് ഡു നോട്ട് അറൈസ് നാച്ചുറലി ഫ്രം ദ ബ്രീച്ച് cannot be recovered unless these were in the contemplation of the parties. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ഡാമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റേ പാർട്ടിയെ ധരിപ്പിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നഷ്ടം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ വെഡ്ഡിങ് പാർട്ടിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന വ്യക്തി ഇത് വിവാഹത്തിനുള്ളതാണ്, ഇന്ന ഡേറ്റിന് കിട്ടണം എന്നുള്ള കാര്യം പറഞ്ഞില്ല. ടൈലറിന് അത് അറിയൂല. അത് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ടൈലറിന് അത് ഡെലിവർ ചെയ്യാൻ കഴിയാതെ വന്നതും നഷ്ടമാകും. സോ അത്തരം കേസുകളിൽ ഈ ടൈലറിന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം വിവാഹത്തിനുള്ളതാണ്, ഇന്ന ഡേറ്റിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ടൈലറിന്റെ കയ്യിൽ ഡ്രസ് മെറ്റീരിയൽസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കന്നെ വേണം. അതിൽ ഡീഫോൾട്ട് വരുത്തിയാൽ അല്ലെങ്കിൽ അതിൽ ബ്രീച്ച് നടത്തിയാൽ ആ ഒരു എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. സോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിൽ അത് പാർട്ടിയെ ധരിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കോമ്പൻസേഷൻ ഷോൾ നോട്ട് ബി ഗ്രാൻഡഡ് ഫോർ എനി റിമോട്ട് ഓർ ഇൻഡയറക്റ്റ് ഡാമേജ്. ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടത്തിനാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും നഷ്ടം ആ അഗ്രീവ്ഡ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഡീഫോൾട്ടിംഗ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. Damages are allowed by way of compensation for the loss suffered and not by way of punishment except in the case of breach of promise to marry and wrongful dishonor of a check by a bank. Then ഈ ഡാമേജ് കൊടുക്കുന്നത് നഷ്ടം നികത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്, പണിഷ്മെന്റ് ആയിട്ടല്ല. പണിഷ്മെന്റ് ആയിട്ട് വരുന്ന രണ്ട് കേസുള്ളൂ. ഒന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ട്, ദാറ്റ് മീൻസ് പ്രോമിസ് ടു മാരേജ് ബ്രീച്ച് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ഡിസോണർ ചെയ്യുക. ഈ രണ്ട് കേസിലെ ആ ഒരു ഡാമേജിനെ പണിഷ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത കേസുകളിലൊക്കെ നഷ്ടം നികത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ വരുന്നുള്ളൂ. ദെൻ ലിക്വിഡേറ്റ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി. ഡാമേജുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന മറ്റൊരു പോയിന്റാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി. അതായത് ചില കേസുകളിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതിലെ പാർട്ടീസ് പറയും ഇന്ന കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് ഡാമേജ് തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ അവർ ഈ കാര്യം പറഞ്ഞുറപ്പിക്കാറുണ്ട്. അത്തരം ഡാമേജസിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. When the amount of compensation fixed by an agreement between the parties to be paid in case of breach of contract, it is called liquidated damages. So compensation amount agreement ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആ പാർട്ടീസ് പറഞ്ഞുറപ്പിച്ചാൽ അതിനെയാണ് liquidated damages എന്ന് പറയുന്നത്. It is in the nature of a fair and honest pre-estimation of probable damages. ഈ ഡാമേജ് എന്ന് പറയുന്നത് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം കണക്കാക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ഫിക്സ് ചെയ്യുക. It helps to avoid uncertainties of the amount of damages and to avoid expenses of proving damages in the court. ഇങ്ങനെ അഗ്രിമെന്റ് ഫോം ചെയ്യുമ്പോഴേ ആ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഡാമേജ്, ദാറ്റ് മീൻസ് എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടായാൽ പിന്നീട് ഡാമേജ് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റീസ് ഒഴിവാക്കാൻ. അതായത് കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ പാർട്ടീസ് പറഞ്ഞുറപ്പിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. അതേസമയം ഇങ്ങനെ ഒരു എമൗണ്ട് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷെ ബ്രീച്ച് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടീസ് രണ്ട് തട്ടിലാവും. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഡാമേജ്
ഒരു സമവായത്തിലെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവരുടെ ഇടയിൽ ചിലപ്പോൾ മധ്യസ്ഥ നിൽക്കുകയൊക്കെ വേണ്ടി വരും. സോ അത്തരം പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുൻകൂട്ടി ഈ ഡാമേജ് ഫിക്സ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്രീച്ച് സംഭവിച്ചാൽ പിന്നീട് കോടതിയിൽ പോവാനും അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഈ പാർട്ടീസിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ മുൻകൂട്ടി ഈ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. Then, a penalty is the sum named in the contract at the time of its formation, which is disproportionate to the damage likely to acquire as a result of the breach. ഇതേപോലെ തന്നെ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്യുന്ന കോമ്പൻസേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന നഷ്ടത്തിന് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ഡാമേജിനെ നമ്മൾ പെനാൾട്ടി എന്നാണ് വിളിക്കുന്നത്. അതായത് ഉണ്ടാകുന്ന നഷ്ടം നികത്താനല്ല എന്നുണ്ടെങ്കിൽ അതൊരു തരത്തിൽ പണിഷ്മെന്റ് നാച്ചുറൽ ആണ് വരിക. അതുകൊണ്ടാണ് അതിനെ പെനാൾട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫോർ സെക്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. ഇങ്ങനെ പെനാൾട്ടി ഫിക്സ് ചെയ്യുന്നത് ആ കോൺട്രാക്ടിന്റെ പെർഫോമൻസ് എൻഷുർ ചെയ്യാൻ, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പെനാൾട്ടി ഫിക്സ് ചെയ്യുന്നത്. അതേസമയം ലിക്വിഡ് ഡാമേജ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് നഷ്ടം നികത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് ആവും, പ്രൊപ്പോർഷനേറ്റ് ടു ദി ലോസ് ആവും. പക്ഷെ പെനാൾട്ടി എമൗണ്ട് എന്ന് പറയുന്നത് ഡാമേജിന് പ്രൊപ്പോർഷനേറ്റ് ആകുന്നില്ല. അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺട്രാക്ട് പെർഫോം ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു പ്രേരണ മാത്രമാണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ബ്രീച്ച് ചെയ്താൽ ആ പെനാൾട്ടി കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടെങ്കിലും പാർട്ടീസ് കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ലിക്വിഡ് ഡാമേജ് ഫിക്സ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഡാമേജ് പിന്നീട് കൊടുക്കേണ്ടി വരുമ്പോൾ അത് ഫിക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാനും ദെൻ കോടതിയിൽ പോകുന്ന ഒരുപാട് ചെലവുകൾ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ലിക്വിഡ് ഡാമേജസ് കൊടുക്കുന്നത്. സോ ലിക്വിഡ് ഡാമേജ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു നഷ്ടം നികത്തുക എന്നുള്ള നാച്ചുറൽ ആവും. പക്ഷെ പെനാൾട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫൈൻ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് എന്നുള്ള ഒരു തരത്തിലാണ്. അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രേരണ പാർട്ടീസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ലിക്വിഡേറ്റഡ് ഡാമേജും പെനാൾട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ് ഡാമേജ് പ്രൊപ്പോർഷണേറ്റ് ടു ദി ലോസ് ആവും, പക്ഷെ പെനാൾട്ടി എന്ന് പറയുന്നത് ഡിസ്പ്രൊപ്പോർഷണേറ്റ് ടു ദി ലോസ് ആവും. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ലിക്വിഡ് ഡാമേജും പെനാൾട്ടിയും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ലോയിൽ പറയുന്നത്. പക്ഷെ ബ്രിട്ടീഷ് ലോ പ്രകാരം ലിക്വിഡേറ്റഡ് ഡാമേജ് എൻഫോഴ്സബിൾ ആയിട്ടുള്ളൂ, പെനാൾട്ടി എന്ന് പറയുന്നത് എൻഫോഴ്സബിൾ അല്ല, അത് അനുവദിച്ചിട്ടില്ല. സോ ഇത്രയാണ് ലിക്വിഡേറ്റഡ് ഡാമേജും പെനാൾട്ടിയും. ഡാമേജസിന്റെ ടൈപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഡാമേജ് തന്നെയാണ്, പക്ഷെ അത് ആ പാർട്ടീസ് പരസ്പരം ഉറപ്പിക്കുന്ന ഒന്നാണ്. അതിന്റെ എമൗണ്ടിലുള്ള വ്യത്യാസം, അതിന്റെ ഉദ്ദേശത്തിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇതിനെ രണ്ടായിട്ട് പറയുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജും പെനാൾട്ടിയും രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ചില വ്യത്യാസങ്ങൾ മാത്രമേ അതിന് വരുന്നുള്ളൂ. ദെൻ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, അതായത് മറ്റൊരു റെമഡിയാണ് സ്യൂട്ട് ഫോർ ക്വാണ്ടം മെറിറ്റ്. ക്വാണ്ടം മെറിറ്റ് മീൻസ് ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു വർക്ക് ഡൺ. ക്വാണ്ടം മെറിറ്റ് എന്നുള്ള വേർഡിന്റെ മീനിങ് എത്രയാണോ നേടിയത് അല്ലെങ്കിൽ എന്താണോ ചെയ്തത് അതിന് തുല്യമായിട്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ്. When a person has begun the work and before he could complete it, if the party terminates the contract or does something which make it impossible for the other party to complete the contract, he can claim for the work done under the contract. This is called quantum merit. അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ ബ്രീച്ച് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ബ്രീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്നുള്ളത്. അതായത് കോൺട്രാക്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് ആ കോൺട്രാക്ട് ബാക്കിയുള്ളത് പെർഫോം ചെയ്യാതെ വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നുണ്ട് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഡ്യൂറിങ് ദ പെർഫോമൻസ് എന്ന്. അങ്ങനെ പാർട്ലി പെർഫോംഡ് കോൺട്രാക്റ്റിൽ എത്രയാണോ ആ പാർട്ടി പെർഫോം ചെയ്തിട്ടുള്ളത് ആ ചെയ്തിടത്തോളമുള്ള വർക്കിനുള്ള എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആ ഡീഫോൾട്ട് വരുത്തിയ വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് ക്വാണ്ടം മെറിറ്റിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു 500 ബാഗ് റൈസ് ഡെലിവറി ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. പക്ഷെ ഒരു 300 ബാഗ് ഡെലിവറി ചെയ്തതിന് ശേഷം ബാക്കി 200 ബാഗ് റൈസ് ഡെലിവറി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ആക്ച്വലി ഈ 300 ബാഗ് ഓഫ് റൈസ് ഡെലിവറി ചെയ്തിട്ടുണ്ട്, അതിനുള്ള എമൗണ്ട് ഈ സെല്ലറിന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് പറയും. ഇവിടെ ആ വ്യക്തി ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, ബ്രീച്ച് വരുത്തിയിട്ടുണ്ടെങ്കിലും അവർ ചെയ്തിടത്തോളമുള്ള പെർഫോമൻസിൽ അവർ ചെയ്ത കാര്യത്തിനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. Such a suit arise when partly performed contract is discharged by the breach of contract. ഈ സ്യൂട്ട്
ക്വാണ്ടം മെറിറ്റ് എപ്പോഴും വരുന്നത് ഇങ്ങനെ പാർട്ട്ലി പെർഫോംഡ് കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴാണ് എന്നുള്ളതാണ്. ദെൻ ക്ലെയിം ഫോർ ക്വാണ്ടം മെറിറ്റ്. ക്വാണ്ടം മെറിറ്റ് അതായത് ചെയ്ത വർക്കിനുള്ള ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനുള്ള സ്യൂട്ട് വരുന്ന ചില കേസുകളാണ് പറയുന്നത്. when an agreement is discovered to be void. When an agreement is discovered to be void or when a contract becomes void, any person who has received any advantage under such agreement or contract is bound to restore it or to make compensation for it to the person from whom he received it. അതായത് ഒരു വോയിഡ് അഗ്രിമെന്റിൽ ദാറ്റ് മീൻസ് ആ കോൺട്രാക്ട് വോയിഡ് ആയി മാറുമ്പോൾ ആ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ആ വ്യക്തി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്ത ബെനിഫിറ്റിനുള്ള പേയ്മെന്റ് അവർ കൊടുക്കണം. അതല്ലെങ്കിൽ ആ നമ്മൾ റിസീവ് ചെയ്ത ബെനിഫിറ്റ് തിരിച്ച് ആ വ്യക്തിക്ക് തന്നെ കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ, CE വാസ് എംപ്ലോയ്ഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഇൻ എ കമ്പനി. After he rendered service for 3 months, it was found that the directors were not qualified to appoint him. Hence, CE could recover remuneration for the services rendered by him on quantum merit. അതായത് CE എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ 3 മാസം അവർ വർക്ക് ചെയ്തു. 3 മാസം വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് കമ്പനി പറയുകയാണ് ഈ CE എന്ന് പറയുന്ന വ്യക്തി ക്വാളിഫൈഡ് അല്ല, അവരെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷെ അതേസമയം CE 3 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ വർക്ക് ചെയ്തതിനുള്ള ബെനിഫിറ്റ് അയാൾക്ക് കിട്ടണം. സോ ആ 3 months സാലറി അയാൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടം മെറിറ്റ്. നെക്സ്റ്റ് വൺ, വെൻ സംതിങ് ഈസ് ഡൺ നോൺ ഗ്രാറ്റുഷ്യസ്ലി. അതായത് ചില കേസുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് സൗജന്യമായിട്ട് ചെയ്യും, വെറുതെ ചെയ്തു കൊടുക്കാം. അതേസമയം ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ ചെയ്തു കൊടുക്കൂല. അത്തരം കാര്യങ്ങൾ മീൻസ് വെറുതെ സൗജന്യമായിട്ടല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടും ക്വാണ്ടം മെറിറ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. When a thing is lawfully done or a person without any intention to do so gratuitously to another person, goods are supplied by and such other person enjoy the benefit thereof, he is bound to make compensation to the former in respect or to restore the thing so done delivered. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്, അത് മീൻസ് വെറുതെ ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുത്ത കാര്യത്തിനുള്ള ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. എക്സാമ്പിൾ, എ ട്രേഡർ ലീവ്സ് ഗുഡ്സ് അറ്റ് ബീസ് ഹൗസ് ബൈ മിസ്റ്റേക്ക്. ബി ട്രീറ്റ്സ് ദ ഗുഡ്സ് ആസ് ഹിസ് ഓൺ, ഹി ഈസ് ബൗണ്ട് ടു പേ എ ഫോർ ദം. അതായത് എ എന്ന് പറയുന്ന ഒരു ട്രേഡർ ബീന്റെ വീട്ടിൽ വന്നപ്പോൾ അയാളുടെ കുറച്ച് ഗുഡ്സ് ഐറ്റംസ് ബീന്റെ വീട്ടിൽ മറന്നു വെച്ചു പോയി. ബി ആണെങ്കിൽ ആ ഗുഡ്സ് അവരുടേതായിട്ട് കൺസിഡർ ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു വിചാരിക്കാം. ഇവിടെ എക്ക് അയാളുടെ ഗുഡ്സിന്റെ ആ ഒരു എമൗണ്ട് ബീന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ബി ആ ഒരു ഗുഡ്സ് എന്താണോ ബീന്റെ വീട്ടിൽ വെച്ച് പോയത് ആ ഐറ്റംസ് അവരെടുത്തിട്ടുണ്ട്. സോ അതിനുള്ള എമൗണ്ട് ആര് കൊടുക്കണം? ബി എക്ക് കൊടുക്കണം. ആ എമൗണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ എന്തായിരുന്നോ ആ സാധനങ്ങൾ അത് തിരിച്ചു കൊടുക്കാൻ കഴിയണം എന്നുള്ളത് പറയും. Then when a contract is divisible. When a contract is divisible and the party not in default has enjoyed the benefit of the part of performance, the party in default may sue on quantum right. Divisible contract എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഡീഫോൾട്ട് വരുത്തിയ വ്യക്തി ചെയ്ത ബെനിഫിറ്റിനുള്ള എമൗണ്ട് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദ പാർട്ടി നോട്ട് ഇൻ ഡീഫോൾട്ട് ഹാസ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ്. ദാറ്റ് മീൻസ് ഡീഫോൾട്ട് വരുത്താത്ത വ്യക്തി അതിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പാർട്ടി ഇൻ ഡീഫോൾട്ട് ദാറ്റ് മീൻസ് തെറ്റ് വരുത്തിയ വ്യക്തിക്ക് അതിന്റെ എമൗണ്ട് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് if the contract is not divisible where it requires complete performance as condition of payment, the party in default cannot claim remuneration on the ground of quantum right. പക്ഷെ അതേസമയം ഡിവിസിബിൾ അല്ലാത്ത കോൺട്രാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്തരം കോൺട്രാക്റ്റിൻ്റെ കേസുകളിൽ ചെയ്ത പെർഫോമൻസിനുള്ള എമൗണ്ട് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു മെഷീൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്തു. പിന്നെ ആ മെഷീനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ
ഡെലിവർ ചെയ്ത് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ മെഷീന് ഫുൾ സെറ്റപ്പ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്തെടുത്തോളം പണിക്കുള്ള എമൗണ്ട് ഒരിക്കലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ ചെയ്ത കാര്യത്തിനുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷെ ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എത്ര ചെയ്തു എന്ന് നോക്കിയിട്ട് അതിന് എമൗണ്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. Example, a contractor to deliver 100 bags of cement to B, but A delivered only 300 bags of on time. B retained the cement. Here A is entitled to receive the payment for the 300 bags of cement. അതായത് എ 500 ബാഗ് സിമെന്റ് കൊടുക്കാം എന്നാണ് കോൺട്രാക്ട് ചെയ്തത്. പക്ഷെ എക്ക് 300 ബാഗേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ, ബാക്കി 200 ബാഗ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് അയാൾ ചെയ്ത ബ്രീച്ച്. പക്ഷെ ഈ 300 ബാഗ് സിമെന്റ് ബീന്റെ കയ്യിലുണ്ട്, അയാൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ 300 ബാഗിനുള്ള ക്യാഷ് എക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ 300 ബാഗ് സിമെന്റും തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഡിവിസിബിൾ ആണ്. 500 ബാഗ് എന്ന് ഓരോ ബാഗ് സിമെന്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിനെ കണക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഡിവിസിബിൾ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ക്വാണ്ടം മെറിറ്റ് പ്രകാരം ആ എമൗണ്ട് ക്ലെയിം ചെയ്യാനും കഴിയുന്നത്. Then fourth one, when an indivisible contract is completely performed but badly. ഇനി ഈ ഇൻഡിവിസിബിൾ പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിലല്ല ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവിഷൻ? When an indivisible contract for a lump sum is completely performed but badly, the person who has performed the contract can claim the lump sum, but the other party can make a deduction for bad work. ഒരു ഇൻഡിവിസിബിൾ കോൺട്രാക്റ്റ് ആണ്, അതൊരു ലംസം എമൗണ്ട്, ഒരു സ്പെസിഫിക് എമൗണ്ടിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ, ദാറ്റ് മീൻസ് അത് ചെയ്യേണ്ട രീതിയിൽ മുഴുവനായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണോ അവിടെ ബാഡ്ലി ചെയ്തത്, ദാറ്റ് മീൻസ് എന്താണോ പറഞ്ഞ പ്രകാരം അല്ലാതായത്, അതിനുള്ള എമൗണ്ട് ഈ ലംസം എമൗണ്ടിന് കുറക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. P agreed to decorate D's flat for a lump sum of rupees 750, certain requirements having been laid down. B did the work, but D complained of faulty workmanship. It cost D rupees 200 to remedy that defect. Held P could recover D rupees 750 less rupees 200. അതായത് പിയും ഡിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. ഡീന്റെ ഫ്ലാറ്റ് 750 രൂപക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പി സമ്മതിച്ചു. പി ആ പറഞ്ഞ പ്രകാരം ഫ്ലാറ്റ് ഡെക്കറേറ്റ് ചെയ്തു, പക്ഷെ അതിൽ ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്. ഡി പറഞ്ഞ പോലെ അത്രയും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ല, മീൻസ് കോൺട്രാക്റ്റിന്റെ ടേംസ് പ്രകാരം ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. സോ അതിൽ വരുന്ന തെറ്റുകൾ, ഫോൾട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിക്ക് അഡീഷണലി 200 രൂപ കൂടി ചെലവ് വരും എന്നുണ്ടെങ്കിൽ പിക്ക് പിന്നെ ഈ 750 രൂപ ഡീന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. 750 200 കുറച്ചിട്ടുള്ള എമൗണ്ട് പിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ ഇൻഡിവിസിബിൾ കോൺട്രാക്ട് പെർഫോം ചെയ്തു എന്ന് വെച്ചിട്ട് കാര്യമില്ല, അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ചെയ്യണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണോ ചെയ്യാതിരുന്നത് അതിനുള്ള എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടേ ക്ലെയിം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. Then അടുത്തൊരു റെമഡിയാണ് suit for specific performance of the contract. Sometimes damages are not an adequate remedy for breach of contract. The injured party may ask the court to compel the defaulting party to actually carry out promises what should have been agreed as per the terms of contract. ചില കേസുകളിൽ ഡാമേജ് കൊടുത്തു എന്ന് വെച്ചിട്ട് അതൊരു പരിഹാരമായി മാറുന്നില്ല. അത്തരം കേസുകളിൽ ഇൻജേർഡ് പാർട്ടി പറയും ഈ കോൺട്രാക്ട് പെർഫോം ചെയ്ത് തന്നെ കിട്ടണം എന്ന് പറയാറുണ്ട്. അത്തരം സ്യൂട്ടുകളാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസസ് ദ കോർട്ട് മേ ഡയറക്ട് ദ പാർട്ടി ഇൻ ബ്രീച്ച് ടു ക്യാരി ഔട്ട് ഹിസ് പ്രോമിസ് അക്കോർഡിംഗ് ടു ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. അത്തരം കേസുകളിൽ കോടതി വിധി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത വ്യക്തിയോട് കോൺട്രാക്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം പെർഫോം ചെയ്യാൻ ഓർഡർ ചെയ്യുകയാണ് ചെയ്യാറ്. This is a direction by the court for specific performance of the contract and the suit of injured party. ഇങ്ങനെ കോടതി സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യേണ്ട പോലെ ചെയ്യണം എന്ന് പറയുന്നത് ഇൻജേർഡ് പാർട്ടിയുടെ കേസ് പ്രകാരമാണ്. ദെൻ ആ കേസ് പ്രകാരം കോടതിയുടെ
അഭിപ്രായത്തിലാണ് അത് ചെയ്യുന്നത്. ഇവിടെ ആ ഇഞ്ചേർഡ് പാർട്ടിക്ക് ഒരു റൈറ്റും ഇല്ല. അത് കോടതിയുടെ താല്പര്യപ്രകാരമാണ് വിധി വരുന്നത്. കോടതി പറഞ്ഞാലേ സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇഞ്ചേർഡ് പാർട്ടിക്ക് സ്പെസിഫിക് പെർഫോമൻസ് ചെയ്ത് കിട്ടാൻ റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. However, an injured party cannot claim specific performance as an absolute right. It is the discretion of the court to grant such a remedy. അതാണ് പറയുന്നത്, ആ കോടതിയുടെ താല്പര്യപ്രകാരമാണ് അങ്ങനെ വിധി വരിക. അല്ലാതെ ഇഞ്ചേർഡ് പാർട്ടിക്ക് ഒരു റൈറ്റും ഇല്ല കോൺട്രാക്ട് പെർഫോം ചെയ്ത് കിട്ടണം എന്നുള്ളത്. പക്ഷേ ഈ ഇഞ്ചേർഡ് പാർട്ടി കോടതിയിൽ തെളിയിക്കുകയാണ് ഇതിങ്ങനെ പെർഫോം ചെയ്യുന്നേ വേണം, ഡാമേജ് ഒരു പരിഹാരമല്ല എന്നുള്ളത് ഇഞ്ചേർഡ് പാർട്ടിക്ക് തെളിയിക്കാൻ പറ്റിയാൽ കോടതി അതനുസരിച്ച് വിധി പുറപ്പെടുവിക്കും. Generally, the court will order for specific performance of contract in the following case. നോർമൽ കേസിൽ കോടതി കോൺട്രാക്ട് പെർഫോം ചെയ്യണം എന്നുള്ള വിധി പുറപ്പെടുവിക്കാറുള്ള കേസുകളാണ് പറയുന്നത്. When the act agreed to be done is such that compensation in money for its non-performance is not an adequate relief. അതായത് ആ ഒരു കോൺട്രാക്റ്റിന് പെർഫോം ചെയ്യാതിരുന്നാലുള്ള നഷ്ടത്തിന് ഈ ഒരു എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ദാറ്റ് മീൻസ് ഡാമേജ് സഫീഷ്യൻ്റ് അല്ല എന്ന് കോടതിക്ക് തോന്നണം. Then when there exists no standard for ascertain the actual damage caused by the non-performance of the act agreed to be done. കോൺട്രാക്ട് പെർഫോം ചെയ്യാത്തത് കാരണം ഉണ്ടായ നഷ്ടം കറക്റ്റ് കണക്കാക്കാൻ കഴിയാത്ത ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കണക്കാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും കോടതി പെർഫോം ചെയ്യണമെന്ന് ഓർഡർ വെക്കും. Then when it is probable that the compensation in money cannot be good for the non-performance of the act agreed to be done. That means compensation in money non-performance ചെയ്തതിനുള്ള non-performanceുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷൻ എന്ന് പറയുന്നത് പറഞ്ഞുറപ്പിക്കാൻ. ദാറ്റ് മീൻസ് പാർട്ടീസ് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും, അവരുടെ ഒത്തൊരുമിച്ചിട്ട് ഒരു ഡിസിഷനിൽ എത്താൻ കഴിയില്ല എന്ന് കോടതിക്ക് തോന്നിയാലും അത് പെർഫോം ചെയ്യാൻ വേണ്ടി കോടതി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം റിസ്ക് ഒഴിവാക്കുന്ന തരത്തിലാണ് കോടതി ഓർഡർ പുറപ്പെടുവിക്കുന്നത്. ബട്ട് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് ദ കോർട്ട് വിൽ നോട്ട് ഗ്രാന്റ് സ്പെസിഫിക് പെർഫോമൻസ്. ചില കേസുകളിൽ കോടതി പെർഫോം ചെയ്യണം എന്ന് ഓർഡർ വെക്കാൻ കഴിയില്ല. അത്തരം കേസുകളാണ് പറയുന്നത് when damages are an adequate remedy. കോൺട്രാക്ട് പെർഫോം ചെയ്യാതിരുന്നതിനുള്ള ഡാമേജ് നല്ലൊരു പരിഹാരമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഡാമേജ് കൊടുക്കുകയാണ് ചെയ്യുക, പെർഫോം ചെയ്യാൻ വേണ്ടി കോടതി പറയൂല. Then when the court is not certain or is inequitable to either party. അതായത് കോൺട്രാക്റ്റിലെ പാർട്ടിക്ക് നിഷ്പക്ഷമായിട്ടൊരു വിധി പുറപ്പെടുവിപ്പിക്കാൻ കോടതിക്ക് കഴിയാത്ത കേസുകളിലും കോടതി ഡാമേജ് വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിഹാരമാണ് നിർദ്ദേശിക്കുക, പെർഫോം ചെയ്യണമെന്ന് പറയില്ല. മീൻസ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ചില കോൺട്രാക്റ്റൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉള്ള ചില കോൺട്രാക്റ്റുകളുടെ ഒക്കെ കേസുകളിൽ കോടതിക്ക് തന്നെ ഒരു നിഷ്പക്ഷമായ തീരുമാനത്തിൽ എത്താൻ കഴിയാതെ വരും. അങ്ങനെ ഒരു പാർട്ടിയെയും ഒരു ന്യായത്തിന്റെ രീതിയിലേക്ക് ഒരു ന്യായമായ വിധി പുറപ്പെടുവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്തതുകൊണ്ട് അത് നിഷ്പക്ഷമാണ് അല്ലെങ്കിൽ അങ്ങനെ കോൺട്രാക്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് കോടതിക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി അങ്ങനെ പെർഫോം ചെയ്യണമെന്ന് പറയില്ല. അതാണ് സെർട്ടൈൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത്. Then when the contract is in nature of revocable. Then when the trustee is in breach of their trust to make the contract. പിന്നെ പറയുന്നത് കോൺട്രാക്ട് റിവോക്കബിൾ ആണ്, എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ റിവോക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ട്രസ്റ്റീൻ്റെ കേസിൽ ട്രസ്റ്റിന് വിരുദ്ധമായിട്ടാണ് ട്രസ്റ്റീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിന്റെ കേസിലൊന്നും കോടതി ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യണമെന്ന് പറയൂല. ദാറ്റ് മീൻസ് അവിടെ പാർട്ടീസിന്റെ താല്പര്യം കണക്കെടുത്തുകൊണ്ടാണ്. Then when the contract is of personal nature, contract to marry. That means പേഴ്സണൽ നാച്ചർ ഉള്ള കോൺട്രാക്റ്റുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ സ്കില്ലും കാര്യങ്ങളൊക്കെ വേണ്ട കോൺട്രാക്റ്റുകളൊക്കെ ഓരോ കേസ് പ്രകാരമാണ് ചെയ്യുന്നത്. Then when the contract is made by a company in excess of its powers as laid on its memorandum of association. ചില കമ്പനിയുടെ കോൺട്രാക്റ്റുകൾ കമ്പനിയുടെ അധികാര പരിധിയിലുള്ള പുറത്തുള്ള കാര്യങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പറയാൻ കോടതി കഴിയില്ല. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്റ്റ് എങ്ങനെയുള്ളതാവണം, ഒരു കമ്പനിക്ക് എത്ര കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം എന്നുള്ളതൊക്കെ കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ മെമ്മോറാണ്ടത്തിൽ പറയാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ കഴിയില്ല.
സോ അത്തരത്തിലൊരു കോൺട്രാക്റ്റ് ആണ് കമ്പനി എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് പെർഫോം ചെയ്യണമെന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല. Then when the court supervises its carrying out example building a contract. That means ചില കേസുകളിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ കോടതിക്ക് അത് സൂപ്പർവൈസ് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അത്തരം കേസുകളിൽ കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ കോടതി ആവശ്യപ്പെടൂല. ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടിന്റെ കേസിലൊക്കെ കോടതി പെർഫോം ചെയ്യണമെന്ന് ഉത്തരവൊക്കെ ഇട്ടിട്ട് പിന്നീട് അത് നോക്കി നടത്താൻ, ദാറ്റ് മീൻസ് അത് എങ്ങനെയൊക്കെയാണോ പറഞ്ഞ പ്രകാരമാണോ ചെയ്യുന്നത് എന്ന് കോടതി സൂപ്പർവൈസ് ചെയ്യാം. പക്ഷെ അത്തരം ബിൽഡിംഗ് കോൺട്രാക്ടിന്റെ കേസിലൊക്കെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കോടതിക്ക് നടക്കുന്ന കാര്യമല്ല. സോ അത്തരം കോൺട്രാക്റ്റിന്റെ കേസിൽ കോടതി പെർഫോം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് പറയുന്നത്. The next one, suit for injunction. When a party is in a breach of negative term of a contract where he is doing something which he promised not to do, the court may, by issuing an order, restrain him from doing what he promised not to do. Such an order of the contract is known as injunction. ചില കോൺട്രാക്റ്റിൽ ചില നെഗറ്റീവ് ടേംസ് വെച്ചിട്ടുണ്ടാവും. അതായത് ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം, ഒരു കണ്ടീഷൻ വെക്കുകയും പക്ഷെ ആ പാർട്ടി ആ കാര്യം ചെയ്യുകയുമാണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസുകൾ കോടതി പറയും ആ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഓർഡർ വെക്കും. അതിനെയാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ എന്ന് പറയുന്നത്. On breach of contract, the court can restrain a party by an order of injunction from committing the breach. However, the power of the contract to grant injunction is discretionary and may be granted for a temporary or an indefinite period. സോ ഇങ്ങനെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുന്ന കേസുകളിൽ കോടതി ചില കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഓർഡർ വെക്കും. ആ ഓർഡറാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. It is granted when damages would be inadequate remedy and the specific performance of the contract would involve general superintendence which the court could not undertake. Then ഇങ്ങനെ സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ വെക്കുന്നത് അതിന് പകരമുള്ളത്, മീൻസ് ബ്രീച്ച് ചെയ്തതിനുള്ള ഡാമേജ് ഇനഡീക്വേറ്റ് ആകും. ദാറ്റ് മീൻസ് അതൊരു പരിഹാരമല്ലാതെ വരുമ്പോഴൊക്കെയാണ് കോടതി ഇൻജക്ഷനുള്ള ഓർഡർ വെക്കുന്നത്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. A film actress agreed to act exclusively for W for a year and for no one else. During the year, she contracted to act for Z. അതായത് എൻ എന്ന് പറയുന്ന ഒരു ഫിലിം ആക്ട്രസ് ഡബ്ല്യുവിന് വേണ്ടിയിട്ട് ഡബ്ല്യുവിന്റെ ഫിലിമിൽ അഭിനയിക്കാനുള്ള ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യണം. സോ കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡബ്ല്യു പറഞ്ഞിട്ടുണ്ട് ഈ വർഷം വേറെ ഒരു സിനിമയിലും അഭിനയിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചില കണ്ടീഷൻസ് അങ്ങനെ വെക്കും. കാരണം നമുക്കറിയാം ചില ഫിലിംസിലൊക്കെ ഒരു പ്രത്യേക ലുക്കിലേക്കാരം അങ്ങനെ ഒരു അപ്പിയറൻസ് ആവശ്യമുള്ള ഫിലിംസിൽ അതിന് മാറ്റം വരുത്തിയിട്ട് വേറെ ഫിലിംസിക്ക് പോകുമ്പോൾ ഈ ഫിലിമിനെ അത് ബാധിക്കും. സോ അത്തരം കേസുകൾ ചില ഡയറക്ടേഴ്സ് അങ്ങനെ കണ്ടീഷൻസ് കാണും. അങ്ങനെ ഡബ്ല്യു എന്നിനോട് പറഞ്ഞു ഈ വർഷം വേറെ ഫിലിമിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടേം ആണ്. ദാറ്റ് മീൻസ് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ടേം വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നെഗറ്റീവ് ടേം ആണ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ടേം ഒക്കെ വെച്ചിട്ട് എന്നെ അഗ്രിമെന്റിലൊക്കെ എൻട്രി ചെയ്തു. പക്ഷെ എന്നെ ആ വർഷം വേറൊരു ഡയറക്ടറിന്റെ പടത്തിൽ അഭിനയിക്കാൻ കോൺട്രാക്ട് എൻട്രി ചെയ്തു. ഇതറിഞ്ഞ ഡബ്ല്യു കേസ് കൊടുക്കുകയാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷന് വേണ്ടിയിട്ട്. അതായത് എന്നെ എന്താണോ ചെയ്യരുത് എന്ന് എന്നിനോട് പറഞ്ഞത് ആ കാര്യം എന്നെ ചെയ്തു. ദാറ്റ് മീൻസ് വേറെ ഫിലിമിൽ അഭിനയിക്കരുത് എന്നുള്ള നെഗറ്റീവ് ടേം വെച്ചു. പക്ഷെ എന്നെ അത് ബ്രീച്ച് ചെയ്തിട്ട് വേറൊരു ഫിലിമിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ കോടതി ഇൻജക്ഷനുള്ള സ്യൂട്ട് വെക്കും. അതായത് എന്തു പറയും, വേറെ ഫിലിമിൽ അഭിനയിക്കരുത് എന്നുള്ള ഓർഡർ വെക്കും. അതാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ. സോ അവിടെ കോൺട്രാക്റ്റിൽ ആ പാർട്ടിക്ക് എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇൻജക്ഷൻ ചെയ്യാൻ, സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ, അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സ്യൂട്ട് കൊടുക്കാനുള്ള, കേസ് കൊടുക്കാനുള്ള ഓപ്ഷന് ആ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് സ്യൂട്ട് ഫോർ ഇൻജക്ഷൻ എന്ന് പറയാനുള്ളത്. ദെൻ ഇങ്ങനെ റെമഡീസ് ആണ് ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.